നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള എക്കണോമി എന്ന് പറയുന്ന ലെക്ചർ സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് സോഷ്യോ എക്കണോമിക് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും ക്ലാസ് 2ഉം ക്ലാസ് 3ഉം. കാര്യം കുറച്ചധികം കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനുശേഷമായിരിക്കും നമ്മൾ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം കുറച്ച് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും കുറച്ച് കുട്ടികൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ എക്കണോമിക് കൺസെപ്റ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഫാക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആക്കണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇതിലുള്ളൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ കേരള എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ഫാക്റ്റുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് കേരളത്തിൻ്റെ GSV, കേരളത്തിൻ്റെ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് എത്ര പെർസെൻറ്റേജ് വളർന്നു എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം GV എന്ന് പറയുന്ന ബേസിക് എക്കണോമിക് കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കേരളത്തിൻ്റെ GSV പറ്റി നമ്മൾ പറയുമ്പം കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൽ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഈ ഒരു KSന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും, അതിൻ്റെ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ ആദ്യം പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കേരള എക്കണോമി റിലേറ്റഡ് വീഡിയോസ് കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. എങ്കിൽ പോലും നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകളിൽ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം മെയിൻസ് പേപ്പർ 2ന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രിലിംസ് എക്സാമിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ 2 കവർ ചെയ്ത് പോകുന്നത്. കാര്യം പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. മെയിൻസിന് 2ന് 100 മാർക്ക് വെച്ചാണ്. അതിൻ്റെ പേപ്പർ 2 എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസാണ്. അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ 2 മാത്രം കവർ ചെയ്യുന്നത്. കാര്യം പേപ്പർ 1 എന്ന് പറയുന്നത് കൂടുതൽ നിങ്ങൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് കൂടുതലും മെയിൻസിൻ്റെ പേപ്പർ 1 വരുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആകുമെന്ന് മാത്രമേ ഉള്ളൂ. KS മെയിൻസിന് നമ്മളൊരു പാക്കേജ് ചെയ്യുന്നുണ്ട്. KS മെയിൻസിൻ്റെ മൊത്തം ടോപ്പിക്സിൽ നിന്നും മോർ ദാൻ 600 എക്സ്പെക്റ്റഡ് മെയിൻസ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു മെറ്റീരിയലുണ്ട്. KS മെയിൻസ് പ്രിപ്പറേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ്. പ്രധാനമായിട്ട് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ചെലവ്, മൊത്തത്തിലുള്ള വരുമാനത്തെക്കാളും കൂടുതൽ വരുമ്പോഴാണ്. ബേസിക്കലി ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ദ ടോട്ടൽ ബോറോയിങ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ് ടു ഫണ്ട് ഇറ്റ് എക്സ്പെൻഡിച്ചർ. കാര്യം എക്സ്പെൻഡിച്ചർ നമ്മുടെ വരുമാനത്തെക്കാളും കൂടുതലായി വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അത് ഫണ്ട് ചെയ്യാനായിട്ട് കടമെടുക്കേണ്ടി വരും. ആ ഒരു സാഹചര്യമാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന ചെലവുകൾക്കുള്ള വരുമാനം ആ ഒരു ഗവൺമെൻറ്റിന് ലഭിക്കാതെ വരുന്നൊരു സാഹചര്യമാണ്. അതായത് ബേസിക്കലി ഗവൺമെൻറ് റവന്യൂ റെസിപ്റ്റ്സിനെക്കാളും കൂടുതൽ റവന്യൂ എക്സ്പെൻഡിച്ചർ വരുന്നൊരു സാഹചര്യമാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GSDP ഓഫ് കേരള വാസ് 2.5% in 2022-23 and it increased to 2.9% in 2023-24 and is estimated to be 3.4% in 2024-25. 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ കേരളത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 2.5% ആയിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ കേരളത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടുകയുണ്ടായി, 2.9%-ലെത്തി. 2024-25 ഫിനാൻഷ്യൽ ഇയറിന് ഒരു എസ്റ്റിമേറ്റ്സ് പ്രകാരം ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3.4% ആയിട്ട് കൂടാനാണ് ഇനിയും സാധ്യത. അപ്പോൾ ഓവറോൾ ആയിട്ട് ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് കൂടിക്കൂടി വരുവാണ്. അത് ആക്ച്വലി നല്ലൊരു ട്രെൻഡല്ല, പക്ഷെ എങ്കിലും അണ്ടർ കൺട്രോളാണ്. ദ റവന്യൂ ഡെഫിസിറ്റ് ഇസ് 1.6% ഓഫ് GSDP in 2023-24 ആസ് അഗെയിൻസ്റ്റ് 0.9% in 2022-23. അടുത്തൊരു ഓവറോൾ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ്റെ ഒരു ഓവറോൾ പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ബോത്ത് ഇന്ത്യ ആൻഡ് കേരള റൂറൽ ഇൻഫ്ലേഷൻ ഇസ് ഹയർ ദാൻ അർബൻ ഇൻഫ്ലേഷൻ ഇൻ സെപ്റ്റംബർ 2024. 2024 ഇൻഫ്ലേഷൻ ഡാറ്റ പ്രകാരം ഇന്ത്യയിൽ മൊത്തത്തിലും അതുപോലെ തന്നെ കേരളത്തിലും റൂറൽ ഏരിയാസിലുള്ള ഇൻഫ്ലേഷനാണ് അർബൻ ഏരിയാസിലുള്ള ഇൻഫ്ലേഷനെക്കാളും കൂടുതൽ. അതായത് റൂറൽ ഇൻഫ്ലേഷൻ ഇസ് ഹയർ ദാൻ അർബൻ ഇൻഫ്ലേഷൻ. ഇനിയിപ്പോൾ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇൻ 2023-24 സ്റ്റേറ്റ്സ് ടോട്ടൽ റവന്യൂ റെസീപ്റ്റ് ഡിക്രീസ് ബൈ 6.2% കമ്പയർഡ് വിത്ത് പ്രീവിയസ് ഇയർ. നമുക്കറിയാം ഒരു സ്റ്റേറ്റിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് റവന്യൂ റെസീപ്റ്റും ഉണ്ടാവും, ക്യാപിറ്റൽ റെസീപ്റ്റും ഉണ്ടാവും. അപ്പോൾ 2023-24 കേരളത്തിൻ്റെ റവന്യൂ റെസിപ്റ്റിൽ 6.2% ഡിക്രീസാണ് സംഭവിക്കുകയുണ്ടായത്. എന്തുകൊണ്ടാണെന്ന് നോക്കുകയാണെങ്കിൽ
അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദിസ് ഇസ് പ്രൈമർലി ബിക്കോസ് ഓഫ് ഡിക്ലൈൻ ഇൻ സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് വിച്ച് ഡിക്രീസ് ബൈ 26% ഇൻ 2023-24 ആസ് കമ്പയർഡ് ടു 2022-23. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമുക്കറിയാം കഴിഞ്ഞ 1.5 വർഷമായിട്ട് പലപ്പോഴും ന്യൂസിലും ന്യൂസ് പേപ്പറിലൊക്കെ വരുന്നൊരു കാര്യമാണ്. ഇതിപ്പോൾ കേരള എക്കണോമിക് റിവ്യൂ കൊടുത്തിട്ടുള്ള പോയിന്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റിൻ്റെ ടോട്ടൽ റവന്യൂ റെസിപ്റ്റിൽ കാര്യമായിട്ടുള്ളൊരു ഡിക്രീസ് ഉണ്ടായത്. ഇതിൽ ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെൻട്രൽ ട്രാൻസ്ഫേഴ്സിൽ ഇടിവുണ്ടായി, പക്ഷേ കേരളത്തിൻ്റെ സ്വന്തമായിട്ടുള്ള റവന്യൂ റെസിപ്റ്റിൽ ഇൻക്രീസ് ആണ് ഉണ്ടായത്. ഇൻ 2023-24 സ്റ്റേറ്റ്സ് ഓൺ റവന്യൂ റെസിപ്റ്റ്സ് ഇൻക്രീസ് ബൈ 4% കമ്പയർഡ് വിത്ത് പ്രീവിയസ് ഇയർ. അതായത് കേരളത്തിൻ്റെ ഓൺ റവന്യൂ റെസിപ്റ്റിൽ 4% ഗ്രോത്ത് ഉണ്ടാകുകയുണ്ടായി. പക്ഷേ എങ്കിൽ പോലും സെൻട്രൽ ട്രാൻസ്ഫേഴ്സിൽ 26% ഡിക്രീസ് വന്നുകൊണ്ട് ഓവറോൾ ആയിട്ട് നോക്കുമ്പോഴേക്കിന് കേരളത്തിന് ടോട്ടൽ റവന്യൂ റെസിപ്റ്റിൽ 6.2% കുറവാണ് വന്നത്. ഇനിയിപ്പോൾ എക്സ്പെൻഡിച്ചറിലേക്ക് കിടക്കുകയാണെങ്കിൽ ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഹാസ് രജിസ്റ്റർഡ് എ പോസിറ്റീവ് ഗ്രോത്ത് ബട്ട് capital outlay and capital expenditure have decreased by 2.9% and by 0.6% respectively in 2023-24. ഈ പറയുന്ന ഫിഗേഴ്സ് എല്ലാം ഒന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഈ ഒരു ട്രെൻഡ് തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. സോ അടുത്ത സ്ലൈഡ് നോക്കിയേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി സെക്ടറിൻ്റെ GSVയിലുള്ള പെർസെൻറ്റേജും അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അതായത് 2023-24 പ്രൈമറി സെക്ടർ അതിന് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയറായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയുകയുണ്ടായി. ഈ ഒരു പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടാണ്. ദ ഷെയർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ഇൻ ദ ടോട്ടൽ GSVA അറ്റ് കോൺസ്റ്റന്റ് പ്രൈസസ് ഡിക്രീസ് മാർജിനലി ഫ്രം 8.5% ഇൻ 2022-23 to 8.3% in 2023-24. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിൻ്റെ GSVയിലുള്ള പെർസെൻറ്റേജിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. So it decreased marginally from 8.5% in 2022-23 to 8.3% in 2023-24. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ലാൻഡ് യൂസ് ഡാറ്റ, ലാൻഡ് യൂസ് പാറ്റേണിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓവറോൾ ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ഫാക്ടറുകളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ആ ക്ലാസ്സുകളിലേക്ക് കിടക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുകയുണ്ടാവും. അക്കോർഡിംഗ് ടു ദ ലാൻഡ് യൂസ് ഡാറ്റ ഇൻ 2023-24, ഔട്ട് ഓഫ് ദ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് 38.86 lakh hectares, the total cultivated area and net area sown were 25.36 lakh hectares, 65.3%, and 19.7 lakh hectares, 50.8% respectively. The land put to non-agricultural use was 15.7% and forest area was 27.8%. സോ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു സ്ലൈഡ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് 2023-24 കണക്കുകൾ പ്രകാരം കേരളത്തിന് ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് 38.86 lakh hectares ആയിരുന്നു. അതിനകത്ത് ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 65.3% ആയിരുന്നു. ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയയെക്കാളും കുറച്ചും കൂടെ കുറവായിരിക്കും എഫക്റ്റീവ് ആയിട്ട് വരുന്ന നെറ്റ് സോൺ ഏരിയ അല്ലെങ്കിൽ നെറ്റ് ഏരിയ സോൺ എന്ന് പറയുന്നത്. സോ നെറ്റ് ഏരിയ സോൺ എന്ന് പറയുന്നത് 50.8% ആണ്. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ലാൻഡ് പുട്ട് ടു നോൺ അഗ്രികൾച്ചർ യൂസ് എന്ന് പറയുന്നത് 15.7% ആയിരുന്നു. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് 2023-24 ഡാറ്റ പ്രകാരം 27.8% ആയിരുന്നു. ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡാണ്. അതായത് ടോട്ടൽ ഇറിഗേറ്റഡ് ഏരിയാസ് ഇൻക്രീസ് ഓവർ ദ ഇയേഴ്സ്. അതായത് കേരളത്തിൻ്റെ ടോട്ടൽ ഇറിഗേറ്റഡ് ഏരിയ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇൻക്രീസ് ചെയ്തു വരുവാണ്. കാര്യം ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൂടുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ടോട്ടൽ ഇറിഗേറ്റഡ് ഏരിയ കൂടി വരുന്നതിൻ്റെ ഒരു അർത്ഥം. സോ വെൽസ് ഇൻക്ലൂഡിംഗ് ബോർവെൽസ് ആർ ദ മേജർ സോഴ്സ് ഓഫ് ഇറിഗേഷൻ ഫോളോഡ് ബൈ ഗവൺമെൻറ് കനാൽസ്. കിണറുകളാണ് കേരളത്തിൻ്റെ മേജർ സോഴ്സ് ഓഫ് ഇറിഗേഷൻ. അതിനുശേഷം വരുന്നതാണ് ഗവൺമെൻറ് കനാൽസ്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പോൾ ഇതിലെ എല്ലാ പോയിന്റുകളൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക, അതാണ് ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ചോദ്യങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ചോദ്യങ്ങളൊക്കെ അതുപോലെ ട്രെൻഡുകളൊക്കെ ആയിരിക്കും ചിലപ്പം ചോദിക്കുന്നത്. ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ അല്ലയോ എന്ന് ചോദിച്ച്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ടാക്കിൾ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.